ഞാൻ ചെയ്തെടുത്തൊരു നെക്ക് ഡിസൈനാണ്, റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ എങ്ങനെ ചെയ്യാന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഈ നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഒക്കെ ചെയ്യുക. ഈ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഈ കളറിലെ നൂലാണ് ആദ്യം എടുത്തത്. ഈ കളർ നൂലെടുത്തിട്ട് ചെയിൻ ഇടുക. ഒരു മീഡിയം ടൈപ്പ് റൗണ്ട് നെക്കിന് എത്ര ചെയിൻ വേണമെന്ന് വെച്ചാൽ അത്രയും ചെയിൻ ഇടുക. നെക്ക് ഡിസൈനാണ് കൂടുതലായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് എത്ര ചെയിൻ വേണമെന്ന് വെച്ചാൽ അത്രയും ചെയ്യാം. റൗണ്ടിൽ നെക്ക് ചെയ്യുന്നതിന് എത്ര ചെയിൻ വേണമെന്ന് വെച്ചാൽ അത്രയും ചെയിൻ ഇടുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതേമാതിരി ഞാൻ ചെയിൻ ഇട്ടു, ഇത്രയും നീളത്തിൽ ചെയിൻ ഇട്ട് വെച്ചു. ഇനി അടുത്തത് എന്താ വെച്ചാൽ സാധാരണ ചെയ്താൽ മാതിരി തന്നെ ഓരോ ചെയിൻ്റെ ഉള്ളിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇങ്ങനെ ഈ അറ്റം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ഒരു റൗണ്ട് ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇവിടെ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇത് റൗണ്ടായിട്ട് വരണമല്ലോ, റൗണ്ട് നെക്കാവുന്ന സമയത്ത് റൗണ്ട് ഷേപ്പിൽ വരണമല്ലോ, അതിന് വേണ്ടി 3 ചെയിൻ ഇട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ ഇതിൻ്റെ മുകളിൽ 4 ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 4 ഡബിൾ ക്രോഷ്യ വീതം ഓരോ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒന്നും കൂടെ ചെയ്യണേ. ചെയ്തെടുത്തു. ഇനി അടുത്തതിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ അത് കഴിഞ്ഞ് 4 എണ്ണം കഴിഞ്ഞ് 5ാമത്തെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചെയിൻ്റെ അകത്ത് തന്നെ 2 എണ്ണം ഇതെടുക്കണം. 2 എണ്ണം എടുക്കുന്നത് എന്നാലേ റൗണ്ടായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ. ഈ രണ്ടാമത് അതേമാതിരി തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. രണ്ടെണ്ണമായി. 3 ഒന്ന് 4 എണ്ണം ചെയ്തെടുത്തു. 4 എണ്ണം ചെയ്തെടുത്ത് അടുത്തതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ബോക്സ് ഉണ്ടാക്കി കള്ളി വരട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം അടുത്ത ലൈന് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ബോക്സ് ഉണ്ടാക്കി വയ്ക്കുക. 3 ചെയിന് 4 ചെയിൻ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ പിന്നെ ഒന്ന് വിട്ടിട്ട് ഒന്നിൻ്റെ മുകളിൽ
ഡബിൾ ക്രോഷേ ചെയ്യുക. ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷേ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അതേമാതിരി ഇത് ബോക്സ് വാങ്ങി വീണ്ടും 2 ചെയിൻ ഇടുക. ഒരു ഡബിൾ ക്രോഷേ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ചെയിൻ ഒഴിവാക്കിയിട്ട് ഒരു ഡബിൾ ക്രോഷേ. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇങ്ങനെ ബോക്സ് തയ്ച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലൈന് ചെയ്യുക. അടുത്ത ലൈൻ എങ്ങനെ ചെയ്യുക നമ്മളിവിടെയല്ലേ ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ചെയിൻ ഇടുക. 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷേ കൊടുത്ത് സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ എടുത്തിട്ട് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുത്ത് ഇവിടെ ജോയിൻ്റ് ആണ്. ഇവിടെ ഡബിൾ ക്രോഷേ കൊടുക്കുക. ഇത് തിരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇവിടെ ഡബിൾ ക്രോഷേ വന്നിട്ട് ഇതൊരു ചെയിൻ ഇടുക. ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ 4 ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുന്നുണ്ട്. 1 ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. 1 2 ചെയ്ത് കാണുന്നില്ല. ഇതേമാതിരി 4 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പോൾ 2 എണ്ണമായിട്ടുണ്ട്. ഒരു ഡബിൾ ക്രോഷേ കൂടെ ചെയ്തു. പിന്നെ 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ട് 3 ചെയിൻ ഇട്ടിട്ട് വീണ്ടും 4 ഡബിൾ ക്രോഷേ അവിടെ തന്നെ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു കണ്ടോ. ഇതേമാതിരി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ചെയ്ത കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടു. ഇതിൻ്റെ മുകളിൽ ജോയിൻ ആക്കുക. ഇതേമാതിരി വന്നു. ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അത് കാണാഞ്ഞിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്ത് തിരിച്ചിട്ടെടുക്കുക. ഇതേമാതിരി വരും. ഇവിടെ ചെയ്തതിന് ശേഷം ഇവിടെ അങ്ങനെ വന്നില്ലേ. ഇവിടെ ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷേ അവിടെ വന്നു. ഇനി അടുത്ത് ചെയ്തത് 4 ഡബിൾ ക്രോഷയാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ 2 ഡബിൾ ക്രോഷയും കൂടെ ചെയ്യും.
ഇതിൻ്റെ മുകളിൽ ഈ 4 ചെയിൻ ഡബിൾ ക്രോഷേ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഈ അറ്റത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ കൊടുക്കും. പിന്നെ വീണ്ടും ചെയിനിടുക, 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതവിടെ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ഈ അറ്റത്തേൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നായില്ലേ. ഈ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ടോട്ടൽ 4 വേണം. അല്ല, നമ്മൾ 4 ചെയ്ത് 4 ചെയ്തെടുത്ത് ഇനി 3 ചെയിനിടുക. 4 ചെയിനിട്ടാലും കുഴപ്പമില്ല. ഈ വക്കത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. എവിടെയല്ലേ, സോറി, ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 1 2 3 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തതിന് ശേഷം ഇവിടുത്തെ ഈ കിട്ടത്തുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേയും കൂടി ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു. ഇനി ആ ചെയിനിടുക, 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടുത്തെ ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ട് ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഈ ഗ്യാപ്പിൽ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കില്ലേ, അതേമാതിരി ഈ ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതേമാതിരി അല്ലേ. ഇവിടെ 2 ചെയിനിടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതേമാതിരി ഇവിടെ വേണം. 2 ചെയിൻ, 3 ചെയിനിൻ്റെ ആവശ്യമില്ല, തെറ്റിപ്പോയിട്ട്. ഇതേമാതിരി വന്നു. ഇനി അടുത്ത ലൈന് ചെയ്യുന്നത് നമ്മൾ തയ്ച്ചെടുത്തില്ലേ, അത് തയ്ച്ചെടുത്തതിന് ശേഷം അതവിടെ കണ്ടില്ലേ, ഇവിടെ ചെയിനിടുക. 3 ചെയിനിട്ടിട്ട് ഇതിനോട് കൂടി ജോയിൻ്റ് ആക്കുന്നത്. തിരിച്ചിട്ട് ഇവിടെ വന്നില്ലേ, ചെയിനിടുക. 2 ചെയിനുണ്ട്, 2 ചെയിനിട്ടിട്ട് അവിടുത്തെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ പിന്നെ വീണ്ടും 2 ചെയിനിട്ടുള്ളത് ഈ അക്കറ്റത്ത് വരുന്ന ഡബിൾ ക്രോഷേ ഉള്ളത്, അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. ഗ്യാപ്പ് വരും അതേമാതിരി. പിന്നെ വീണ്ടും
3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. വീണ്ടും 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യോ നമ്മൾ ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. ഈ ഡബിൾ ക്രോഷ്യോൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കിയിട്ട് ഇതേമാതിരി 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ അതേമാതിരി എടുക്കുക. ഇനി വീണ്ടും 2 ചെയിൻ ഇടുക. പിന്നീട് ഈ അറ്റത്തുള്ളതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഈ ഡബിൾ ക്രോഷ്യോൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യോ ചെയ്യുക. വീണ്ടും 3 ചെയിൻ ഇടുക. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയല്ലോ, ഈ നമ്മൾ ചെയിനിട്ട് വെച്ച ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ഇവിടെ ചെയിൻ ഇടണേ, ചെയിൻ ഇട്ടിട്ട് വേണം ചെയ്തിട്ട് പോകാൻ. 2 ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ഡബിൾ ക്രോഷ്യോ ചെയ്തിട്ട് വീണ്ടും 3 ചെയിൻ ഇടുക. ഇവിടെ ചെയ്ത മാതിരി തന്നെ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതേമാതിരി എടുക്കുക. പിന്നെ വീണ്ടും ചെയിൻ ഇടുക. ഇങ്ങോട്ട് നീക്കുക. 2 ചെയിൻ ഇടുക. ഇതേമാതിരി ഉള്ളിൽ എടുക്കുക. 2 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. വീണ്ടും 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതാണ് അടുപ്പിക്കട്ടെ, കുറച്ചും കൂടെ അടുപ്പിച്ച് ഇവിടെ ചെയ്തിട്ട് പിന്നെ 2 ചെയിൻ ഇടുക. ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ചെയ്തിട്ട് ഇവിടെ അങ്ങനെ 3 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ജോയിൻ്റ് ആണ്. പിന്നെ 2 ചെയിൻ ഇടുക. ഇവിടുത്തെ ഇവിടെ ചെയ്തെടുത്തില്ലേ, ഇവിടെ നമ്മൾ ചെയ്തെടുത്തില്ലേ ഇതിൻ്റെ മുകളിലൊക്കെ ഇതേമാതിരി, ഇവിടെ ഇതിൻ്റെ മുകളിലൊക്കെ ഇതേമാതിരി ക്രോസ് വെച്ച് ചെയ്തെടുക്കുക. ഡബിൾ ക്രോസ് വെച്ച് അതിൻ്റെ മുകളിൽ ക്യാപ്പ് വെച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഡബിൾ ക്രോഷ്യോൻ്റെ മുകളിൽ പിന്നെ ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഈ അറ്റം വരെ ചെയ്ത് ഈ ഭാഗം ചെയ്ത മാതിരി തന്നെ ഈ ഭാഗത്ത് ചെയ്ത് കൊടുക്കുക. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. നമ്മൾ ഈ സൈഡും കൂടെ തയ്ച്ചെടുത്തു. അപ്പോൾ അതേമാതിരി ഞാൻ കാണാനായിട്ട് ഇതിനകത്ത് നമ്മൾ എത്ര ബോക്സ് എടുത്തിട്ടുള്ളത്, എത്ര ഡബിൾ ക്രോഷ്യോ, 1 2 3 4 5 6 7 8 ഡബിൾ ക്രോഷ്യോൻ്റെ മുകളിലാണ് ഇതേമാതിരി ചെയ്തെടുത്തത്. അതേമാതിരി ഇവിടെ അങ്ങനെ 8 ഡബിൾ ക്രോഷ്യോൻ്റെ മുകളിൽ വെച്ചിട്ട് ഓരോന്ന് ഇതേമാതിരത്തെ ഓരോന്ന് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നെക്കിൻ്റെ ഡിസൈനാവും. അത് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുന്നു. ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും.